നവാഗത സംവിധായകനായി തെരഞ്ഞെടുത്തതിൽ ആദ്യ സിനിമയ്ക്ക് തന്നെ 3 പുരസ്കാരങ്ങൾ ലഭിച്ചതിലും വലിയ സന്തോഷമെന്ന് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മീഡിയ വണ്ണോട് പറഞ്ഞു. സഹോദരിയുടെ ഒരു വാക്കിൽ നിന്നാണ് സിനിമയുടെ പ്രമേയം ലഭിച്ചതെന്നും ഇനിയും പുതിയ ആശയങ്ങളുള്ള ഇത്തരം സിനിമകൾ ഒരുക്കുമെന്നും ഫാസിൽ മുഹമ്മദ് പറഞ്ഞു. സംസ്ഥാന പുരസ്കാരം സിനിമാ പുരസ്കാരം പ്രഖ്യാപിച്ചു. 3 പുരസ്കാരമാണ് ഈ ഫെമിനിച്ചി ഫാത്തിമ ഇപ്പോൾ നേടിയത്. ഇതിന്റെ സംവിധായകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നവാഗത സംവിധായകനും അതോടൊപ്പം മികച്ച നടിയും അതോടൊപ്പം മികച്ച രണ്ടാമത്തെ ചിത്രവുമായി ഇപ്പം ഫെമിനിച്ചി ഫാത്തിമ തെരഞ്ഞെടുത്തു. ഇപ്പം വലിയൊരു സന്തോഷത്തിലാണ്. ആദ്യ സിനിമയ്ക്ക് തന്നെ 3 പ്രധാനപ്പെട്ട അവാർഡാണ് ലഭിക്കുന്നത്. എത്രത്തോളം ഭയങ്കരമുള്ള സന്തോഷത്തിലാണ്. ആദ്യത്തെ സിനിമയാണ് ചെയ്തത്. നാട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്ത ചെറിയൊരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അത് ഇങ്ങനെ ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുന്ന ആളുകൾ കണ്ടത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആദ്യ സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അല്ല, എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഈ സിനിമയിലേക്ക് എത്താനുള്ള ഒരു കാര്യം? സിനിമ ഞാൻ കുറച്ച് കാലങ്ങളിൽ സിനിമ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നുകൊണ്ട് ഫലം കാണാത്ത കാരണം ഞാൻ അന്ന് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരു സിനിമ ചെയ്യാന്നുള്ള ചിന്തയുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോണതും പെങ്ങൾ ഒരുപോലെ ഒരു വീട്ടിൽ ഒരു വാക്ക് പറഞ്ഞു. അതായത് മൂത്രം തട്ടിക്കാൻ കൊടുക്കുന്ന ബെഡായിരുന്നു. അതായത് 37 മകൻ ബെഡിൽ മൂത്രയിച്ചു. അപ്പോൾ ചീത്ത പറയുക. അപ്പോൾ അന്നേരം പറഞ്ഞൊരു വാക്കാണ് മൂത്രം തട്ടിക്കാൻ കൊടുക്കുന്ന ബെഡായിരുന്നു, ഇനി എൻ്റെ മണം പോകില്ല എന്ന്. അങ്ങനെ ആ ഐഡിയ കിട്ടിയിട്ട് അവിടെ നിന്നാണ് ഈ സിനിമ എഴുത്ത് തുടങ്ങിയത്. പിന്നെ എൻ്റെ ഇവിടെ ഈ നമ്മളെ ഏരിയകളിൽ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നമ്മളെ നാട്ടിലുള്ള ആളുകളെ കാസ്റ്റ് ചെയ്ത് മാക്സിമം അങ്ങനെ. ഇപ്പം മികച്ച നടി എന്നുള്ള മികച്ച പ്രകടനം ആ സിനിമയിൽ എല്ലാവരും നടത്തി. പക്ഷേ മികച്ച നടി എന്നുള്ള ഒരു പുരസ്കാരം ആ കുട്ടിക്ക് ലഭിക്കുന്നു. അതിൽ എത്രത്തോളം ഞാൻ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ അഭിനയിപ്പിക്കുന്ന ഒരാൾ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് നമ്മൾ ഫാത്തിമക്ക് അവാർഡ് കിട്ടിയത്, ഫാത്തിമക്കുള്ളത് കിട്ടിയത്. നമ്മൾ എഴുതി വെച്ച കഥാപാത്രം, നമ്മൾ ഡയറക്റ്റ് ചെയ്ത സാധനം, അതിനൊക്കെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇതേ നമ്മൾ അഭിനയിച്ച ആളാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ടി വി ഇല്ലാത്തൊരു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പണി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണിത്. ഇവിടെ ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ ഇതിൽ അവസാനമായിട്ട് എത്തുന്ന ഒരു മുസ്ലിം ക്യാരക്ടറാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പ്ലാനുകൾ എന്തൊക്കെയാണ്? അടുത്ത സിനിമ ചെയ്യണം, ഇനി നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്, നല്ല കഥകൾ പറയണം, നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ. അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഫാസിലിന്റെ നവാഗത സംവിധായകനിൽ അത് കിട്ടുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എനിക്കും എൻ്റെ ഫാമിലിക്കും. അത് സന്തോഷം. പിന്നെ ഷംലയ്ക്ക് കിട്ടുന്ന തന്നെയാണ് മനസ്സിൽ. എന്നാലൊരു അവസാന സമയത്ത് ഒരു പേടിയായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷം. 3ാമതൊരു അവാർഡ്, 3 അവാർഡ് കിട്ടി. ഭയങ്കര സന്തോഷം. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഒരു വിമർശനങ്ങൾ സ്വാഭാവികമായിട്ട് വന്നിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ്? അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കണം. എന്നൊക്കെ അത് സിനിമ കാണാത്ത ആളുകൾ സിനിമ കാണട്ടെ, കണ്ടിട്ട് വിമർശിക്കട്ടെ. ഏതായാലും വലിയ അഭിനന്ദനങ്ങൾ വീണ്ടും അറിയിക്കുകയാണ്. ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 3 പ്രധാനപ്പെട്ട പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഏതായാലും വീണ്ടും സിനിമയോടൊപ്പം ഉണ്ടാകും, സിനിമ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് നിന്ന് യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.